യോഹന്നാൻ 14:6 ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. പിതാവിലേക്കുള്ള വഴി യേശുക്രിസ്തു മാത്രമാണ്. യേശുവിനെ മാത്രമേ ഒരു വ്യക്തിക്ക് ദൈവത്തെ സ്വന്തമാക്കാനായിട്ട് സാധിക്കൂ. കാരണം മാനവരാശിയുടെ രക്ഷകനായിട്ട യേശു ഈ ഭൂമിയിൽ പിറന്നത്. യേശു ഒരു മതം സ്ഥാപിക്കാൻ വന്നവനല്ല. യേശു ഒരു മതസ്ഥാപകനെ അല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. യേശു മാനവരാശിയുടെ സമ്പൂർണ്ണ രക്ഷകനാണ്. മനുഷ്യരാശിയുടെ മുഴുവൻ രക്ഷകനാണ് കർത്താവായ യേശു ക്രിസ്തു. വെളിപാട് പുസ്തകം 5:9 അവർ ഒരു നവീഗാനം ആലപിച്ചു. പുസ്തകച്ചുരുൾ സ്വീകരിക്കാനും അതിന് മുദ്രകൾ തുറക്കാനും നീ യോഗ്യനാണ്. കാരണം നീ വധിക്കപ്പെടുകയും നിന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രങ്ങളിലും എല്ലാ ഭാഷകളിലും എല്ലാ ജനതകളിലും എല്ലാ രാജ്യങ്ങളിലുള്ളവരെ ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങിച്ചതു. യേശു വധിക്കപ്പെട്ടു. അവൻ തൻ്റെ രക്തം കൊടുത്തുകൊണ്ട് എല്ലാ ഗോത്രങ്ങളിലും എല്ലാ ഭാഷകളിലും എല്ലാ ജനതകളിലുള്ളവരെ അവൻ ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങിച്ചതു. മാനവരാശിയെ യേശു ക്രിസ്തു തൻ്റെ രക്തം കൊടുത്തുകൊണ്ട് വിലയ്ക്ക് വാങ്ങി. മാനവരാശിയുടെ ഏക രക്ഷകനാണ് കർത്താവായ യേശു ക്രിസ്തു. യേശുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ. യേശു ഒരു മതസ്ഥാപകനെ അല്ല. യേശു മാനവരാശിയുടെ സമഗ്ര വിമോചകനാണ്. മനുഷ്യവംശത്തിൻ്റെ ഏക രക്ഷകനാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. യോഹന്നാന്റെ ലേഖനത്തിൽ നാം ഇപ്രകാരം ഒരു വചനം വായിക്കുന്നുണ്ട്. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 8, 9, 10 വചനങ്ങൾ. കാരണം ദൈവം സ്നേഹമാണ്. തൻ്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. 1 യോഹന്നാൻ 4:10. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരബലിയായി സ്വപുത്രനെ ഐക്യം ചെയ്തു എന്നതിലാണ് സ്നേഹം. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരബലിയായി സ്വപുത്രനെ ഐക്യം ചെയ്തു എന്നതിലാണ് സ്നേഹം. ദൈവം നമ്മെ സ്നേഹിച്ചു. തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അയച്ചു എന്നതിലാണ് സ്നേഹം. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ തിരുവചനം. ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ രക്ഷയ്ക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. രക്ഷയ്ക്ക് വേണ്ടി, മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഒറ്റ നാമമേ ഉള്ളൂ, യേശുവിൻ്റെ നാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ യേശു നാമത്തെ ആര് വിളിക്കുന്നുവോ അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടും. യേശുവിൻ്റെ നാമത്തെ ആര് വിളിച്ചപേക്ഷിക്കുന്നുവോ അവരുടെ ജാതിയോ മതമോ ഒരു വ്യത്യാസമല്ല, എല്ലാവരെയും യേശു അനുഗ്രഹിക്കും. ആര് കണ്ണുനീരോടെ യേശുവിനെ വിളിക്കുന്നുവോ യേശു അവർക്ക് ഉത്തരം നൽകാനായിട്ട് പോകുക. ഹൃദയം തകർന്നവർക്ക് അവിടുന്ന് സമീപസ്ഥനാണ്. മനം ഉരുകിയവരെ അവിടുന്ന് ആശ്വസിപ്പിക്കുന്നു. മനസ്സ് തകർന്നവര്, ഹൃദയം തകർന്നവര് ഇരിപ്പുണ്ട്. ജീവിത ഭാരങ്ങളാൽ വിഷമിക്കുന്നവര്, നിങ്ങളുടെ ജീവിതത്തെ ഉറപ്പാണ് കർത്താവ് തൊടും, കർത്താവ് അനുഗ്രഹിക്കും. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് ലേഖനം, ഫിലിപ്പി ലേഖനത്തില് 2-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും
അവൻ ദൈവമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നു, ദൈവം തന്നെയായിരുന്നു യേശു. ദൈവമായുള്ള സമാനത വിട്ടുകൊണ്ട്, അത് നിലനിർത്താതെ വിട്ടുകൊണ്ട്, തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. അവൻ മനുഷ്യനായി ഈ ഭൂമിയിൽ പിറന്നു. മരണം വരെ, അതെ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി, എല്ലാ നാമത്തിനും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ നാമത്തിനു മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിന് മുൻപിൽ എല്ലാ മുട്ടുകളും മടങ്ങും. മാനവരാശിയുടെ രക്ഷകനായി, ഏക സത്യതയുമായി, ഏക മാർഗമായി എല്ലാം യേശു മാത്രമേ ഉള്ളൂ. ഒരേ ഒരു രക്ഷകൻ, കർത്താവായ യേശു ക്രിസ്തു മാത്രം. ആ യേശുവിനെ വിളിച്ചപേക്ഷിച്ചാൽ അനുഗ്രഹിക്കപ്പെടും. സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും അവൻ്റെ മുമ്പിൽ മുട്ടുകൾ മടക്കും. കാരണം അവൻ ദൈവമാണ്, അവൻ രാജാക്കന്മാരുടെ രാജാവാണ്, അവൻ സർവശക്തനാണ്. എല്ലാ മുട്ടും യേശുവിൻ്റെ മുൻപിൽ മടങ്ങും. ഉറപ്പാണ്. കർത്താവ് അനുഗ്രഹിക്കും. ഹല്ലേലൂയ. രോഗികളെ അവൻ സൗഖ്യപ്പെടുത്തും, ബന്ധിതർക്ക് മോചനം കൊടുക്കും. അവൻ അത്ഭുതങ്ങൾ ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. ലൂക്കാസ് സുവിശേഷത്തില് 5-ാം അധ്യായത്തില് 17 മുതലുള്ള തിരുവചനങ്ങൾ. ലൂക്ക 5-ാം അധ്യായത്തില് 17 മുതലുള്ള വചനങ്ങൾ. ഒരു ദിവസം യേശു ഒരു വീട്ടില് ഇങ്ങനെ പഠിപ്പിക്കുകയാണ്, ജനത്തെ പഠിപ്പിക്കുകയാണ്. സുവിശേഷ പ്രസംഗമാണ്. അവിടെ നടന്ന സംഭവമാണ്. ഒരു ദിവസം യേശു പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഗലീലയിലെ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും, യൂദയായിൽ നിന്നും, ജെറുസലേമിൽ നിന്നും ഫരീസയരും നിയമ അധ്യാപകരും അവിടെ വന്നുകൂടി. രോഗികളെ സുഖപ്പെടുത്തുവാൻ കർത്താവിൻ്റെ ശക്തി അവരിൽ ഉണ്ടായിരുന്നു. 17-ാം വചനത്തിൽ പറയുന്നു, രോഗികളെ സുഖപ്പെടുത്തുവാൻ കർത്താവിൻ്റെ ശക്തി അവനിൽ ഉണ്ടായിരുന്നു. തുടർന്ന് നമ്മൾ വായിക്കുന്നു, യേശു ഒരു വീട്ടില് സുവിശേഷം പ്രസംഗിക്കാണ്, വചനം പ്രസംഗിക്കാണ്. അവിടെ ധാരാളം പേര് അത് കേൾക്കാനുണ്ട്. വീട് നിറഞ്ഞ പുറത്തെല്ലാം ജനമാണ്. അവിടേക്ക് തളർവാദ രോഗിയായ ഒരു മനുഷ്യനെ കൊണ്ടുവരികയാണ്. ഈ തളർവാദ രോഗിയായ മനുഷ്യനെ ആ വീട്ടിലേക്ക് അവർക്ക് എത്തിക്കുവാൻ പറ്റുന്നില്ല. അവർ പരിശ്രമിച്ചു, പക്ഷെ ജനക്കൂട്ടം സമ്മതിക്കുന്നില്ല. ഇന്നത്തെ മനുഷ്യനും അന്നത്തെ മനുഷ്യനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. എന്നാൽ ആ കൂടിയിരിക്കുന്നവർക്ക് അല്പം മനസാക്ഷി കാണിക്കത്തില്ലേ? യേശുവിൻ്റെ അടുക്കലേക്ക് ആ തലവാദി ഒന്ന് കയറ്റിവിട്, കട്ടിലൂടെ കൊണ്ടുചെല്ലട്ട് അവന് സൗഖ്യം പ്രാപിക്കട്ടെ. ജനം അതിന് സമ്മതിച്ചോ? ഇല്ല. നമ്മളെപ്പോലെ തന്നെയാണ്. അനുഗ്രഹം ആദ്യം എനിക്ക് വേണം, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക് കിട്ടിയാൽ മതി. ബാക്കിയുള്ളവർക്ക് കിട്ടിയില്ലെന്ന് കുഴപ്പമില്ല, എനിക്ക് സൗഖ്യം വേണം, എനിക്ക് അനുഗ്രഹം വേണം. ഇതാണ് മനുഷ്യൻ്റെ മനസ്സ്, മനുഷ്യൻ്റെ രീതി. അതാണ്, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആ വീട്ടിലേക്ക് ആ തളർവാദ രോഗിയെ അവർക്ക് എത്തിക്കുവാൻ പറ്റുന്നില്ല. പക്ഷെ അവർ വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. കാരണം കൊണ്ടുവന്നവർക്ക് നല്ല വിശ്വാസമാണ്. യഥാർത്ഥത്തിൽ അവരാ പ്രേക്ഷിതര്. നിങ്ങൾ ഇന്നു മുതൽ പ്രേക്ഷിതരാവണം. ഈ കൺവെൻഷന് വേണ്ടി എല്ലാവരും പ്രേക്ഷിതരാവണം. ആ 4 പേര് അല്ലെ 5 പേര് അല്ലെ 8 പേര് ആ തളർവാദ രോഗിയെ കട്ടിലോടെ കൊണ്ടുവന്നവര് അവർ യഥാർത്ഥ പ്രേക്ഷിതരാണ്. അവര് ഈ തളർവാദ രോഗിയുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞിട്ടുണ്ട്, നീ എത്ര വർഷമായിട്ട് ഇങ്ങനെ കിടക്കുന്നു? യേശു എന്ന വലിയ ഒരു പ്രവാചകൻ, അവൻ ദൈവമാണ്, അവൻ നിന്നെ സുഖപ്പെടുത്തും, ഉറപ്പാണ്. ഈ കട്ടിൽ നിന്ന് നിന്നെ യേശു എഴുന്നേപ്പിച്ചു വിടും. യേശു അത്ഭുതങ്ങൾ ചെയ്യും. അപ്പോൾ തലവാദി ചോദിച്ചിട്ടുണ്ടാവും, സത്യമാണോ ഇത്? ഉറപ്പാ, യേശു നിന്നെ എഴുന്നേപ്പിച്ചു വിടും. യേശുവിൻ്റെ അടുക്കൽ ഞങ്ങൾ എല്ലാവരുടെ കൂടെ കൊണ്ടുപോകാം.
പറഞ്ഞു, എനിക്ക് നടക്കത്തില്ലോ, നീ വിഷമിക്കണ്ട, കട്ടിലോടെ നിന്നെ ഞങ്ങൾ കൊണ്ടുപോകാം, കട്ടിലോടെ നിന്നെ യേശുവിൻ്റെ കൊണ്ടുപോകാൻ ഞങ്ങൾ റെഡിയാ. ഇവിടെ യഥാർത്ഥ പ്രേക്ഷിതരവർ കർത്താവിനോടുള്ള യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി തീഷ്ണതയുള്ള പ്രേക്ഷിതർ. അവർ ഈ മനുഷ്യനെ കട്ടിലോടെ ചുമക്കുകയാണ് യേശുവിൻ്റെ അടുക്കലേക്ക്. ഹല്ലേലൂയ. അവിടെ കൊണ്ടുവന്നപ്പോൾ വീട്ടിനകത്ത് കയറ്റാൻ ഒരു നിവൃത്തിയില്ല, ജനക്കൂട്ടം കാണാൻ പറ്റത്തില്ല. അവർ വീടിൻ്റെ പുറകിലൂടെ ആയിരിക്കാൻ ചെന്ന് വീടിൻ്റെ മണ്ടേ കയറി വീടിൻ്റെ മേൽക്കൂര പൊളിക്കുകയാണ്, വീടിൻ്റെ മണ്ട ഇളക്കുകയാണ്. ആ വീട്ടുടമസ്ഥനെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എത്ര നല്ല മനുഷ്യനാണെന്നറിയാവോ? നമ്മളെക്കാൾ നല്ല മനുഷ്യനാണ്, കയറ്റി ഉറപ്പാണ്. ആ വീടിൻ്റെ മേൽക്കൂര പൊളിച്ചിട്ട് ആ മനുഷ്യൻ ഒരു പരാതിയും പറയുന്നില്ല, ജനമൊട്ട് മാറുന്നുമില്ല. മേൽക്കൂര പൊളിക്കാൻ തുടങ്ങി, മണ്ടയൊക്കെ പൊളിച്ച് ഈ രോഗിയെ ഇറക്കാനുള്ള ശ്രമം അവർ നടത്തുകയാണ്. വീടിൻ്റെ മേൽക്കൂര പൊളിക്കപ്പെട്ടാലും കുഴപ്പമില്ല, ആ രോഗി യേശുവിൻ്റെ അടുക്കലെത്തണം, യേശു സൗഖ്യം പ്രാപിക്കണമെന്ന് ആ വീട്ടുടമസ്ഥനും മനസ്സിൽ ആഗ്രഹമായി. തൻ്റെ വീടിൻ്റെ മേൽക്കൂര പൊക്കോട്ടെ, അവൻ സൗഖ്യം പ്രാപിക്കണം. ഹല്ലേലൂയ. എത്ര നല്ല മനുഷ്യൻ! ഹല്ലേലൂയ. കർത്താവിനെ അടുത്തറിയണമെങ്കിൽ, അവനെ സ്വന്തമാക്കണമെങ്കിൽ മേൽക്കൂര പൊളിച്ചേ മതിയാവത്തുള്ളൂ. മേൽക്കൂര പൊളിക്കാതെ ഒരു രക്ഷയില്ല. നമ്മുടെ ബുദ്ധി, നമ്മുടെ കഴിവ്, ഞാനെന്ന ഭാവം, നമ്മുടെ ഈ മേൽക്കൂര, ഇതിനകത്ത് എന്തൊക്കെ ഇരിപ്പുണ്ട്, തലയ്ക്കകത്ത് എന്തൊക്കെയുണ്ട്, നമ്മൾ എന്തൊക്കെയാണെന്ന് ഈ മേൽക്കൂര, ഈ കൺവെൻഷൻ പൊളിച്ചേ പറ്റുള്ളൂ. പൊളിക്കാൻ തയ്യാറുണ്ടോ? മേൽക്കൂര പൊളിച്ചേ പറ്റുള്ളൂ. നമ്മുടെ അവിശ്വാസം, എതിർചിന്തകൾ, നെഗറ്റീവ് ചിന്തകൾ, എന്തെല്ലാം നമ്മുടെ മനസ്സിൽ കിടക്കുന്നല്ലേ, ഇതെല്ലാം നമ്മുടെ തലച്ചോറിനെ തലയെ ബാധിച്ചിരിക്കുക. മേൽക്കൂര പൊളിക്കണം, നിഷ്കളങ്കമായ വിശ്വാസത്തിലേക്ക് വരണം. ബുദ്ധിയുടെ വിശ്വാസമല്ല, ഹൃദയത്തിൻ്റെ വിശ്വാസ തലങ്ങളിലേക്ക് നമ്മൾ വരണം. മേൽക്കൂര തകർക്കപ്പെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ മേൽക്കൂര വിളിച്ചു. ആ രോഗിയെ, ആ തളർവാദ രോഗിയെ യേശുവിൻ്റെ അടുക്കലേക്ക് ഇറക്കുകയാണ്. മേൽക്കൂര പൊളിച്ചതിൻ്റെ പേരിൽ വീട്ടുടമസ്ഥന് ഒരു പരാതിയില്ല. നല്ല മനുഷ്യൻ. യേശുവിൻ്റെ മുൻപിൽ ആ രോഗി എത്തിയപ്പോൾ യേശു പറയുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ആദ്യമേ ഈ തളർവാദ രോഗിക്ക് യേശു പാപമോചനം നൽകി. നമ്മൾ ആദ്യം കണ്ടു, യേശു ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ മനുഷ്യവർഗത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതായിരുന്നു. പാപമോചനം. യേശു ക്രിസ്തുവിലൂടെ പാപമോചനം. യേശു പറയുക, മനുഷ്യ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആദ്യമേ അവൻ്റെ പാപം കർത്താവ് ക്ഷമിച്ചു. അല്ല, യേശു വന്നത് നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ ഏറ്റെടുക്കാനും പാപങ്ങൾ ക്ഷമിക്കാനും നമ്മളെ രക്ഷിക്കാനും വേണ്ടിയാണ് യേശു ഈ ഭൂമിയിൽ വന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ഏതാനും നാളുകൾക്ക് മുമ്പ് കോട്ടയം കളത്തിപ്പടി ക്രിസ്ത്യനിൽ നമ്മൾ താമസിച്ച ധ്യാനം നടക്കുക. ആ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തി ബോംബെയിൽ നിന്ന് ധ്യാനിക്കാൻ വന്ന ഒരു ഹൈന്ദവ സഹോദരനാണ്. ഭാര്യയുണ്ട്, 2 ആൺമക്കളുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞ അനുഭവം ഇതാണ്: ഞാൻ യേശുവിനെ അറിഞ്ഞിട്ട് 14 വർഷമായി. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളൊക്കെ അന്ന് ചെറുതായിരുന്നു. ഞങ്ങളൊന്നിച്ച് ധ്യാനം കൂടി, ഞങ്ങൾ യേശുവിനെ അറിഞ്ഞു. ഞങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പല ധ്യാനങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. എനിക്ക് ആഗ്രഹമായി മാമോദീസ സ്വീകരിക്കണം. പക്ഷെ എൻ്റെ ഭാര്യ തയ്യാറായില്ല, മക്കളും തയ്യാറായില്ല. ഞാൻ മാമോദീസ സ്വീകരിച്ചു. ഞാൻ ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നു. വർഷങ്ങൾ കടന്നു. എൻ്റെ മക്കളൊക്കെ വലുതായി. മക്കൾക്ക്
എന്നെ ഇപ്പോൾ ഇഷ്ടമല്ല. ഭാര്യയും മക്കളും ഒറ്റക്കെട്ടാണ്. അവർ സ്വന്തമായിട്ട് ഒരു വീട് വാടകയ്ക്കെടുത്ത് അവർ താമസം ആരംഭിച്ചു. അവരുടെ വിശ്വാസമനുസരിച്ച് അവരുടേതായ ആചാര അനുഷ്ഠാനങ്ങളാണ് ജീവിക്കുന്നത്. ഞാൻ ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുക. എൻ്റെ ഭാര്യയും മക്കളും വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അവർ എന്നെ ഉപേക്ഷിച്ചിട്ട് കടന്നുപോയി. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം ഒരു കമ്പനിയുടെ നല്ല ഉയർന്ന പോസ്റ്റുള്ള മനുഷ്യനാണ്. ആ മനുഷ്യൻ എന്നോട് പറഞ്ഞ വാക്ക്, എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എന്നെ ഉപേക്ഷിച്ചു പോയി, പക്ഷേ ഞാൻ യേശുവിനെ ഉപേക്ഷിച്ച് പോകത്തില്ല. ആരൊക്കെ എന്നെ ഉപേക്ഷിച്ചാലും എൻ്റെ യേശുവിനെ ഉപേക്ഷിച്ചുള്ള ഒരു ജീവിതം എനിക്ക് ഇല്ല. യേശുവിനെ ഞാൻ ഉപേക്ഷിക്കത്തില്ല, എന്തൊക്കെ സംഭവിച്ചാലും. അദ്ദേഹം പറയുന്നു, എനിക്ക് കിട്ടുന്ന സാലറി നല്ല തുകയുണ്ട്. അതിൻ്റെ ഒരു 75% പൈസ എല്ലാ മാസവും ഭാര്യയ്ക്കും മക്കൾക്കും ചെലവിനായിട്ട് കൊടുക്കും. ബാക്കി പൈസ ഞാൻ എടുക്കും. വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാൻ പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, ജോലി ചെയ്യുന്നു, ഞാൻ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു. പക്ഷേ എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും ബന്ധുക്കൾക്കൊന്നും ഇപ്പോൾ എന്നെ വേണ്ട, ഞാൻ ഒറ്റയ്ക്കായി. ആ മനുഷ്യൻ പറയുന്നു, എനിക്ക് യേശുവാണ് വലുത്, എനിക്ക് യേശുവിനെ മതി. അവനെ ഒരിക്കലും ഞാൻ തള്ളി പറയത്തില്ല, അവനെ ഞാൻ ഉപേക്ഷിക്കത്തില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഈ തളർവാദ രോഗിയെ യേശുവിന്റെ മുൻപിൽ എത്തിച്ചപ്പോൾ യേശു പറയുന്ന, മനുഷ്യ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, നിന്റെ കിടക്കയും എടുത്ത് നടക്കുക, വീട്ടിലേക്ക് പോവുക. നീ നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോകുക. ആ മനുഷ്യൻ ആ നിമിഷം സൗഖ്യം പ്രാപിക്കുക. കിടക്കയും എടുത്ത് ആ മനുഷ്യൻ വീട്ടിലേക്ക് മടങ്ങുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഫരീസയരും നിയമ അധ്യാപകരൊക്കെ ചിന്തിച്ചു, ഇവന് ദൈവത്തിനെ പാപമോചിക്കാൻ അധികാരമുള്ളൂ, ഇവന് എങ്ങനെ പാപമോചിക്കുവാൻ സാധിക്കും? യേശു ദൈവമാണ്, അവൻ സർവശക്തനാണ്. യേശുവിന് മാത്രമേ പാപങ്ങൾ മോചിക്കുവാൻ അധികാരമുള്ളൂ. അവൻ മാനവരാശിയുടെ പാപത്തിന് പരിഹാര ബലിയായി തീർന്നു. എല്ലാവരുടെയും പാപങ്ങൾക്ക് വേണ്ടി അവൻ ബലിയായി തീർന്നു. അങ്ങനെ ക്രിസ്തുവിലൂടെ എല്ലാവർക്കും പാപമോചനം ഉണ്ട്. ഹല്ലേലൂയ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.